കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കേസുകാരനായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഹരി കേസ് വന്നാൽ ഞങ്ങൾ ആരും ഒരു ഉളുപ്പുമില്ലാതെ അവനെ ന്യായീകരിക്കാൻ വരില്ല. ഇത് ഞങ്ങളുടെ അസന്നിഗ്ധമായ നിലപാടാണ്. പക്ഷെ ഇവിടെ എന്നാ സംഭവിച്ചത്? ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഒരു MLA യുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കി. ആ MLA യുടെ നിലപാടെന്താ? എന്റെ മകൻ കഞ്ചാവ് വലിക്കുന്നതിന്റെ കൂടെ ഇരുന്നു, ചിലപ്പോ അവൻ 2 പഫ് എടുത്തിട്ടുണ്ടാവും, അതിന്റെ പേരിൽ അവനെ കുറ്റക്കാരനാക്കേണ്ടതില്ല എന്നുള്ളതാണ്. 2, ഇത് പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനെ 24 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ്. 3, ഇതിനെപ്പറ്റി ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് പിള്ളേരായാൽ പുകവലിക്കും. ഞാനും ചെറുപ്പത്തിൽ പുകവലിച്ചിട്ടുണ്ടെന്നാണ് ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോ കേരളത്തിന്റെ ഭരണകൂടം ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി 2, ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ല. പക്ഷേ ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലപാടെന്താ? ആദ്യത്തെ FIR ശരി, രണ്ടാമത്തെ FIR തെറ്റ്. കാരണം എന്താ? ആകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് മുഴുവൻ ശരിയാണ്, പക്ഷേ ഇവരുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് തെറ്റാണ്. അപ്പൊ പോലീസ് ഒരു കേസിൽ തന്നെ ഒരു ശരിയും ഒരു തെറ്റും ചെയ്തു എന്നാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അതെങ്ങനെയാ ശരിയാണ്? ഇവിടെ ഞങ്ങൾ പറയുന്നു ഈ 2 FIR-ഉം ശരിയാണ്. എന്താണ് ജാഗ്രത കുറവ്? ഒരു ലഹരി വിൽപ്പനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കഞ്ചാവ് ഹോസ്റ്റൽ മുറിയിൽ കവറിലടിച്ച് വിൽപ്പന ചെയ്യാൻ വെച്ചിരിക്കുന്നവൻ അവിടെ പോലീസ് പിടികൂടിയെങ്കിൽ അത് ജാഗ്രത കുറവാണ് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ പോലീസ് വന്നപ്പോ അത് ഒളിപ്പിക്കാൻ ജാഗ്രത കുറവ് കാണിച്ചില്ല എന്നാണോ? അവൻ പോലീസ് വന്നപ്പോ പിടികൂടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചില്ല എന്നാണോ? എന്താണ് ഈ ജാഗ്രത കുറവിന്റെ അർത്ഥം? ലഹരി വിൽപ്പനക്കാരൻ ലഹരി കച്ചവടത്തിന് വേണ്ടി എടുത്തത് ജാഗ്രത കുറവല്ല. അവിടെയാണ് SFIയുടെ ഒരു കപടത ഇരിക്കുന്നത്. കാരണം എന്താ? ഒരു ലഹരി കേസിൽ SFIക്കാരനെ പിടികൂടിയിട്ട് ജാഗ്രത കുറവാണ് എന്ന് പറയുന്നത് ന്യായീകരണമാണ് സഞ്ജീവ്. ഈ സമയമായിട്ട് നടപടി എടുക്കാത്തത് ന്യായീകരണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളാണ് ഈ ക്യാമ്പസിലെ ലഹരിയുടെ വ്യാപനത്തിന്റെ ഉടമകൾ.